ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, നമ്മുടെ ഈ വിദേശ മലയാളി സംഘടനകളൊക്കെ ഈ പാകിസ്ഥാൻ്റെയൊക്കെ സ്വാധീനത്തിൽ പെട്ടുപോയി എന്ന് സംശയിക്കേണ്ട അവസ്ഥയുണ്ടോ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനയനുസരിച്ച്, ഞാൻ നേരത്തെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു കാര്യം പറഞ്ഞു, അസർബൈജാനിൽ നടക്കാൻ പോകുകയാണ്. നേരത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ്റെ ആ പരിപാടി കണ്ടതാണ്. അഫ്രീദിയെ വലിയ ആരവത്തോടെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു സ്വാധീനത്തിൽ നമ്മുടെ മലയാളി സംഘടനകൾ അകപ്പെടുന്നു. ഇത് പാകിസ്ഥാന്റെ സ്വാധീനമാണെന്നൊന്നും ഞാൻ പറയില്ല. ഇത് ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ രാജ്യം നേരിടുന്ന ഇത്തരം തന്ത്രപ്രധാനമായ മേഖലകളിൽ നമുക്ക് ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നിലകൊള്ളേണ്ട ഒരു സംഗതിയെക്കുറിച്ചുള്ള ഒരു അവധാനത, അതാണ് ഇതിലെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ രണ്ട് വഴിയാണ്. ഒന്ന്, സ്വയം ഇതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടായി നമ്മൾ അതിനകത്തൊരു മുൻകരുതൽ എടുക്കുന്ന ഒരു രീതി. ഇപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് അത് ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞൊരു പേരിലല്ല. രണ്ടാമത്തെ വഴി എന്താണ്? ഇത് അങ്ങനെ ഇത് ആലോചിച്ച് ചെയ്ത് മിക്കവാറും ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വാർത്ത വായിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാനോ ഒന്നും നേരമില്ലാത്ത ആളുകളാണ് കൂടുതലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ. അവരവരുടെ ജീവിതം ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു വെക്കുമ്പോൾ അതിനകത്തൊരു നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുക്കുന്ന സംവിധാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഇടപെട്ട് അത് തടയാനുള്ള എന്തെങ്കിലും സംവിധാനമോ ഒക്കെ ചെയ്ത് അതിന്റെ പ്രശ്നം അവരെ ബോധ്യപ്പെടുത്താനുള്ളൊരു സംവിധാനം ഇവിടെ വേണം. അതിവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഈ അസർബൈജാനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ പറയുന്നത് തുടക്കം മുതലേ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരു തീവ്രവാദ സംഘടനയാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷക്കാരന് ചിലപ്പോൾ സംശയം കാണുമായിരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെയാണ് അവർ വിളിക്കാറ്. പക്ഷെ ലോകത്ത് അങ്ങനെ ഒരു സംശയമില്ല. അവരെ ഒക്ടോബർ 7 നടത്തിയത് തീവ്രവാദമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇന്നും ഇന്ത്യ, നമ്മൾ ഇടതുപക്ഷത്തിനേക്ക് വിടുക, ഇവിടുത്തെ BJP ഇവിടെ ഭരിക്കുന്നു. ഇപ്പോഴും ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അതുമായിട്ട് ഏതെങ്കിലും വിധേന അലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അവരുടെ നേതാക്കളെ വാഴ്ത്തുക, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ ഇവിടെ തടയാൻ പാകത്തിന് ഒരു വഴി ഇവിടെ തുറന്നിട്ടുണ്ടോ ഇവിടുത്തെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ്? ഇല്ല. എന്താ അത് ചെയ്യാത്തത്? ഇതേ ഹമാസ് തന്നെയല്ലേ പോക്കിൽ വന്നിട്ട് അവിടെ ഈ ആസൂത്രണമൊക്കെ നടത്തി പഹൽഗാം അറ്റാക്ക് വരെ നടത്തുന്നതിലേക്ക് വഴിവെച്ചത്? നമ്മളിത് എന്നോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേ വേദിയിൽ ഈ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു 5 or 10 തവണ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വരുന്നിടത്ത് ഇങ്ങനെ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി അതിന്റെ ഗുണം നമ്മൾ പറയുകയാണെന്ന്, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ടുള്ള ഗുണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താണത്? അവരിവിടെ നിരോധിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വഖഫിന്റെ വിഷയം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വരാനിരിക്കുമ്പോൾ, അതുമല്ല ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ SIOനെയൊക്കെ നമ്മൾ ഇതേപോലെ ചെറിയ പിള്ളേർ നടത്തുന്ന കളിയായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പോപ്പുലർ ഫ്രണ്ടുകാർ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയിട്ടുണ്ടാവില്ലായിരുന്നു അവര്. അപ്പൊ അവരെ അങ്ങനെ അകത്തിട്ടത് കൊണ്ടുള്ള ഗുണം നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇതേപോലെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ ഗുണമുണ്ടാകുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് ഈ ഹമാസിന്റെ വിഷയത്തിൽ? എന്നാലല്ലേ ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഹമാസ് എന്ന് പറയുന്നത്, ഞാൻ പറയാ ഈ തീവ്രവാദം എന്ന് പറയുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എപ്പിറ്റോമിയാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇതിന്റെ ഒരു വലിയ ഒരു നിലയിൽ ഇന്ന് നിൽക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ധ്രുവീകരണം നടത്തി തീവ്രവാദത്തിലേക്ക് ആനയിച്ചിട്ടുള്ള ഒരു സംഭവത്തിന് തുടക്കമിട്ട് ആ സംഘടന ആയിട്ട് തന്നെ കാണുന്ന ആൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ഥലത്ത് പതാക ഉയർത്തുന്നത് കണ്ടു. അവരുടെ പതാകയിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതുമ്പോൾ അവർ കോപ്പി ചെയ്യുന്നത് ഈ ഹമാസിന്റെ പതാകയിലുള്ള അതേ എഴുത്തും ആ ഒരു ശൗര്യവുമാണ് അവരവിടെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇത് ഇത്തരം തീവ്ര ആശയങ്ങൾ കൊണ്ടുനടക്കുന്ന ആ തീവ്ര സംഘടനകൾക്ക് പോലും ഒരു ലെജിറ്റിമൈസേഷനാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ, ഇത് മനസ്സിലാവുമ്പോൾ നമുക്ക് ഭയമാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഇത് നോക്കേണ്ട ആളുകൾ നോക്കുന്നില്ല, കാണേണ്ട ആളുകൾ കാണുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് BJP എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ വളരെ പുറകിലാണെന്ന് പറയാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങേക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ചർച്ച നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അതെ, ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചില നിബന്ധനകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കാര്യത്തിൽ മാത്രമേ കൃത്യമായ തീരുമാനമെടുക്കാറുള്ളൂ. മറ്റു കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറമെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല. ഇനി അറിഞ്ഞതും പലതും പുറമെ പറയാൻ പാടില്ലാത്തതാണ്.
അപ്പോൾ രാജ്യത്ത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ ചില നടക്കുന്ന കാര്യങ്ങളിൽ ചില നിയമപരമായ നടപടി എടുക്കുമെന്നല്ലാതെ മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കാനഡയിൽ ഇപ്പോൾ വലിയ ബഹളം നടന്നു കഴിഞ്ഞ ദിവസം. ഖാലിസ്ഥാൻ വാദികൾ ഇന്ത്യയുടെ അവിടെ G7 സമ്മിറ്റിന് ഇന്ത്യയെ ക്ഷണിച്ചതിനെതിരായിട്ട് അവിടെ വലിയ പ്രകടനം നടത്തി. അപ്പോൾ അവരുടെ ഒരു വലിയ പരാതി എന്താ പറയുക, നജർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാനി അവിടെ വധിക്കപ്പെട്ടു. അജ്ഞാതരാണ് കൊന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് ആണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണ്, പല കാര്യങ്ങളും നമുക്ക് പുറമെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചില എല്ലാം പറയാൻ പറ്റുന്നതല്ലല്ലോ. ഇതൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാൻ. ഭീകരത എന്ന മഹാവിപത്തിന് മുകളിലാണ് ഇന്ന് കേരളം. ഇത് തുറന്നു പറയാൻ മടിക്കുന്നവരുടെ ലക്ഷ്യം കൃത്യമായ പ്രീണനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.